ഇനി നമ്മൾ അതിഥികളിലേക്ക് പോവുകയാണ്. രണ്ടുപേരാണ് ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിട്ടുള്ളത്. റിട്ടയർമെന്റ് ജീവിതം, വിശ്രമ ജീവിതം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇവിടെ വിശ്രമമില്ലാതെ വേദികളിൽ നിറഞ്ഞാടുകയാണ് പ്രൊഫസർ ഗായത്രി വിജയലക്ഷ്മി എന്ന റിട്ടയർഡ് കോളേജ് അധ്യാപിക. പലപ്പോഴും നൃത്തവേദികളിൽ മകൾ ഉണ്ണിമായയും മരുമകൾ ദേവിജയും ഒപ്പം ഉണ്ടാകും. മകൾക്കും മരുമകൾക്കും ഒപ്പം വേദികൾ കീഴടക്കുന്ന ഗായത്രി വിജയലക്ഷ്മിയാണ് ഇന്ന് അതിഥിയായി ചേരുന്നത്. ഒപ്പം മരുമകൾ ദേവിജയും നമുക്കൊപ്പം ചേരുന്നുണ്ട്. രണ്ടുപേർക്കും സ്വാഗതം. വലിയ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു ന്യൂസ് 3യിലേക്ക്. ഞാൻ ആദ്യം ഗായത്രി മാമിലേക്കാണ് പോകുന്നത്. മാം, നമുക്കെല്ലാം അത്ഭുതമാണ് മാമിനെ കാണുമ്പോൾ. പ്രത്യേകിച്ച് ഈ അത്ഭുതം എന്ന് പറഞ്ഞ് പലരും പല പ്രശ്നങ്ങൾ പറഞ്ഞ് മാറ്റി നിർത്തുന്ന നമ്മുടെയൊക്കെ പഴയ ആഗ്രഹം, അത് മാം എത്തിപ്പിടിച്ചിരിക്കുന്നു. ഇപ്പോൾ നിലം തൊടാതെ നൃത്തം ചെയ്യുന്നു എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ ഒരുപാട് വേദികൾ. എന്താണ് മാം ഒരു ആമുഖമായി പറയാനുള്ളത്? ഏറ്റവും ഒടുവിലത്തെ ഇന്നലെ തന്നെയായിരുന്നു ഏറ്റവും ഒടുവിലത്തെ വേദി. അതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാമെന്ന് തോന്നുന്നു. അതെ, ഇന്നലെ വിഷുവിന് രാവിലെ 7 മുതൽ 8:30 വരെ തിരുവനന്തപുരത്ത് ഋഷിമംഗലം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഞാനും മരുമകൾ ദേവിജിയും 1.5 മണിക്കൂർ ഭരതനാട്യം ചെയ്തു. അതായിരുന്നു അവസാനത്തെ പെർഫോമൻസ്. അതിനുശേഷമാണ് ഇവിടുന്ന് കോള് വന്നത്. മാം, വേദികൾ ഞാനിങ്ങനെ പറഞ്ഞതുപോലെ ഒരുപാട് അടുത്തുനിന്ന് മാമിന് വിളികൾ വരുന്നുണ്ട്. ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. ഒരുപാട് പേർക്ക് വലിയ അഭിമാനമാണ് താങ്കളെ ഓർത്ത്. എങ്ങനെയാണ് ഈ റിട്ടയർമെന്റിന് ശേഷം ഇത്രത്തോളം സജീവമായി നൃത്തത്തിൽ നിൽക്കാൻ പറ്റുന്നത്? ആ ആഗ്രഹം അത്രയും കഠിനമായതുകൊണ്ടായിരിക്കുമല്ലോ. അത് ശരിക്കും ഒരു 26 വയസ്സിൽ നമ്മൾ അവസാനിപ്പിച്ചാണ് നൃത്തം. അവിടുന്ന് ഒരു 26 വർഷത്തെ ഗ്യാപ്പിൽ 52 വയസ്സിൽ വീണ്ടും വളരെ യാദൃശ്ചികമായി നൃത്തത്തിലേക്ക് തിരിച്ചു വരികയായിരുന്നു. കാരണം എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചിട്ടുള്ള കുറച്ച് കുട്ടികളുടെ 2-3 ആൾക്കാരുടെ മക്കൾ അന്ന് അവിടെ TKM പഠിച്ചിരുന്നു. ഞാൻ TKM എഞ്ചിനീയറിംഗ് കോളേജിലെ ഇലക്ട്രിക്കൽ വിഭാഗത്തിലെ അധ്യാപികയായിരുന്നു, റിട്ടയർ ചെയ്തു. അപ്പോൾ അവരിങ്ങനെ ആവശ്യപ്പെട്ടു, ഞങ്ങളുടെ ലാസ്റ്റ് ഫംഗ്ഷന് ടീച്ചർ ഒരു ഡാൻസ് ചെയ്യുമോ? വീട്ടിൽ അച്ഛൻ പറഞ്ഞു ടീച്ചർ ഡാൻസർ ആയിരുന്നു എന്ന്. അപ്പം അങ്ങനെ ആലോചിച്ചപ്പോൾ വെറുതെ കുട്ടികളുടെ അടുത്ത് യെസ് നോക്കാം എന്ന് പറഞ്ഞു. പക്ഷേ ദൈവഹിതം അതായിരുന്നു എന്ന് തോന്നുന്ന പോലെ ഞാനന്ന് ശ്വേതാംബരധരേ ദേവി എന്ന പാട്ട് പ്രൈവറ്റ് ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ കേട്ടു. അത് കേട്ടപ്പോൾ ഡാൻസ് ചെയ്യാനുള്ള ഒരു ആഗ്രഹം തോന്നി. എനിക്കത് ചെയ്യാം. ഞാൻ ചെറുതായിട്ടൊന്ന് കൊറിയോഗ്രാഫിയൊക്കെ ചെയ്ത്, എൻ്റെ മോൻ യദുകൃഷ്ണനാണ് അന്ന് എൻ്റെ കൂടെ ഉള്ളത്. മകളുടെ വിവാഹം കഴിഞ്ഞ് ബാംഗ്ലൂർ സെറ്റിൽഡ് ആണ്. അപ്പം മോനോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ മോൻ പറഞ്ഞു, അമ്മ ഒന്ന് കളിച്ച് നോക്കൂ, കുഴപ്പമില്ലെങ്കിൽ നമുക്ക് ചെയ്യാമല്ലോ. അങ്ങനെയാണ് 52 വയസ്സിൽ ഞാൻ വീണ്ടും നൃത്തരംഗത്തേക്ക് വന്നത്. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമായി. മോനെന്ന് എനിക്ക് ടെൻഷൻ ഉണ്ടാവാതിരിക്കാൻ എൻ്റെ കൂടെ പ്രോഗ്രാം നടക്കുന്നിടത്ത് വന്നു. പ്രോഗ്രാമിന് ശേഷം എല്ലാവരും വീഡിയോ ഒക്കെ എടുത്തു, ഷെയർ ചെയ്തു. എല്ലാവർക്കും ഭയങ്കര ഒരു താല്പര്യം. അപ്പം മക്കൾ 2 പേരും, മോൾ ഉണ്ണിമായ 2 പേരും എൻ്റെ അടുത്ത് പറഞ്ഞു, എന്തായാലും റിട്ടയർ ചെയ്യാൻ ഇനി കുറച്ച് നാളല്ലേ ഉള്ളൂ. അങ്ങനെ ആണെങ്കിൽ പണ്ട് ഭരതനാട്യം പഠിച്ച് നിർത്തിയത് മിഥിലാലയ ഡാൻസ് അക്കാഡമിയിലെ തിരുവനന്തപുരത്ത് മൈഥിൽ ടീച്ചറിന്റെ കീഴിലാണ്. അപ്പൊ ടീച്ചറിനോട് തന്നെ ഒന്നും കൂടി ചോദിക്കാം, ടീച്ചർ ഇനിയും ഭരതനാട്യം പഠിപ്പിക്കുന്നു എന്നെയെന്ന്. അപ്പൊ ചോദിച്ചപ്പോ ടീച്ചർ പറഞ്ഞു, ഞാൻ പഠിപ്പിക്കാം, പക്ഷെ നിനക്ക് കളിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് ഉറപ്പ് പറയാനൊക്കത്തില്ല, കാരണം 26 വർഷത്തെ ലോങ് ഗ്യാപ്പാണ്. അപ്പൊ ടീച്ചർ അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, എനിക്ക് വേദികളിലൊന്നും ചെയ്യണ്ട, നമ്മുടെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ ചെറുതായിട്ട് ഒന്ന് ചെയ്യാനുള്ള ഒരു ആഗ്രഹം, ഒരു വധം, ഒരു കീർത്തനം ഒക്കെ പഠിച്ചാലും നമുക്ക് ചെറുതായിട്ട് ചെയ്യാമല്ലോ. പക്ഷെ 1 വർഷം കൊണ്ട് തന്നെ ടീച്ചർ എന്നെ ട്രെയിൻ ചെയ്ത് നവരാത്രി മണ്ഡപത്തിൽ, തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നവരാത്രി മണ്ഡപത്തിൽ നവരാത്രി കാലത്ത് പ്രോഗ്രാം ചെയ്യിച്ചു. അവിടെ നിന്ന് 2018 ഞാൻ റിട്ടയർ ചെയ്തു, കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്തു. 2019 ഒരു കച്ചേരി, ഭരതനാട്യ കച്ചേരി തിരുവനന്തപുരത്ത് വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ ചെയ്യാൻ ടീച്ചറിൻ്റെയും എൻ്റെ പഴയ ഗുരുക്കന്മാരുടെയും എല്ലാവരുടെയും അനുഗ്രഹത്തോടെ എനിക്ക് ചെയ്യാൻ സാധിച്ചു. തുടർന്ന് അങ്ങോട്ട് 1 അവർ ദൈർഘ്യമുള്ള പ്രോഗ്രാംസ് പലയിടത്തുനിന്നും കിട്ടി. അതിങ്ങനെ തുടർന്നു പോകുന്നു. ആഹാ, ഗംഭീരം. എന്തായാലും ആ കഥ അവിടെ അവസാനിപ്പിക്കുന്നില്ല. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. പക്ഷെ ദേവിജയിലേക്ക് ഒന്ന് പോയിട്ട് വരാം. ദേവിജ, ഇതിൽ പരം ഭാഗ്യം എന്താണ് വേണ്ടത്? അമ്മായിയമ്മയുടെ കൂടെ ഒരു സ്റ്റേജ്, അതും ഗംഭീരമായിട്ട് ഇങ്ങനെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരാൾ അല്ലേ? എന്താണ് പറയാനുള്ളത്? ദേവിജ ഡാൻസ് ചെറുപ്പം മുതലേ പഠിക്കുന്നുണ്ടോ? എങ്ങനെയാണ് ഈ ഫാമിലിയിലേക്ക് എത്തിയത്? ഇവിടെ വന്നപ്പോൾ അനുഭവം പറയൂ. ഡാൻസ് തന്നെയാണ് എന്നെ ഫാമിലിയിൽ എത്തിച്ചത്. ആക്ച്വലി
ഞാൻ ചെറുപ്പത്തിൽ പഠിച്ചിട്ടില്ല. ഞാൻ പഠിച്ചു വളർന്നത് ശ്രീഹരിക്കോട്ടയിലാണ്, ആന്ധ്രയിൽ. അപ്പോൾ എനിക്ക് അവിടെ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇല്ലായിരുന്നു. പക്ഷെ സ്കൂളിൽ ആനുവൽ ഡേ, റിപ്പബ്ലിക് ഡേ, അങ്ങനെ ഇൻഡിപെൻഡൻസ് ഡേക്കൊക്കെ നമ്മൾ ടീച്ചേഴ്സ് കൊറിയോഗ്രാഫ് ചെയ്യും, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഒരു 5th 6th ഒക്കെ കഴിഞ്ഞപ്പം കുറേ അധികം ടീച്ചേഴ്സും നമ്മുടെ ഫാമിലി ഫ്രണ്ട്സും അവിടെ ഉള്ളവരൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു, കൊള്ളാം പഠിച്ചിരുന്നെങ്കിൽ. പക്ഷെ അപ്പം ആ ടൈമിൽ അവിടെ അങ്ങനെ ഗുരുക്കന്മാരൊന്നും ഇല്ലായിരുന്നു, ക്ലാസിക്കലി ട്രെയിൻ ചെയ്യാൻ, പ്രൊഫഷണലി ട്രെയിൻ ചെയ്യാനൊന്നും ഇല്ലായിരുന്നു. അപ്പം എനിക്കും ആഗ്രഹം വന്നു തുടങ്ങി. അപ്പം ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു, ഒരു ജോലിയൊക്കെ ആയിട്ട് എവിടെയാണെന്ന് വെച്ചാൽ എവിടെയാണെങ്കിലും ഞാൻ പഠിക്കാൻ ശ്രമിക്കും എന്ന് ഞാനപ്പം ഇങ്ങനെ. ബട്ട് അപ്പം അത് ചിന്തയായിരുന്നു, ആഗ്രഹം ഉണ്ടായിരുന്നു. ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമെന്നൊന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല. ബട്ട് എനിക്ക് ഇൻഫോസിസിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ട്രിവാൻഡ്രം ഇൻഫോസിസിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ വന്ന് ഒന്ന് സെറ്റിലായി കഴിഞ്ഞപ്പോൾ ഒരു 2 months ഒക്കെ കഴിഞ്ഞപ്പം ഞാൻ പയ്യെ അന്വേഷിച്ചു തുടങ്ങി, ഇവിടെ ഡാൻസ് പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ടോ, അല്ലെങ്കിൽ അതിനെപ്പറ്റി അന്വേഷിച്ചു വന്നപ്പം യദു എൻ്റെ ഹസ്ബൻഡ് യദു, ഞങ്ങൾ ഇൻഫിൽ ഒരു ബാച്ച്മേറ്റ്, സെയിം ബാച്ചിലായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ ഞങ്ങളുടെ ഗാംഗിൽ ചോദിച്ചു വന്നപ്പം എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു ഇങ്ങനെ യദുവിൻ്റെ അമ്മ പഠിക്കുന്നുണ്ട്, അപ്പോൾ അമ്മയോട് ചോദിക്കുക അങ്ങനെ. അപ്പം ഞങ്ങൾ കോണ്ടാക്റ്റിൽ വരുന്നതും അങ്ങനെയാണ്, നമ്പേഴ്സ് എക്സ്ചേഞ്ച് ചെയ്തു, പിന്നെ അങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് അത് മാരേജിലെത്തിയത്. അമ്മ തന്നെയാണ് എനിക്ക് നിങ്ങളെ ഒരുമിപ്പിച്ചതും നൃത്തം തന്നെയാണ് അല്ലേ? അപ്പോ പിന്നെ വിവാഹത്തിലേക്കൊക്കെ എത്തി. അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും ഒരുമിച്ച് പഠിക്കാൻ പോയോ? അങ്ങനെയാണ്? അതിന് ജസ്റ്റ് അമ്മ എനിക്ക് സജസ്റ്റ് ചെയ്ത, ഞാൻ പഠിക്കുന്നത് ഇവിടെ തൃപ്പാദപുരത്ത് സായുജ്യ ഡാൻസ് സ്കൂളിൽ ഗുരു ശ്രീമതി കലാമണ്ഡലം ലക്ഷ്മി വിനോദിന്റെ കീഴിലാണ്. അപ്പം അമ്മയുടെ സജഷൻ ആയിരുന്നു, അങ്ങനെയാണ് ഞാൻ അവിടെ പോയത്. അപ്പം വിവാഹത്തിന് ഒരു ജസ്റ്റ് 2 months മുമ്പ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ബട്ട് ദെൻ പിന്നെ ഈ തിരക്കൊക്കെ ആയപ്പം അന്നൊരു ബ്രേക്ക് വന്നു ചെറിയ. വീണ്ടും പിന്നെ മാരേജ് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി നെക്സ്റ്റ് ഒരു മാർച്ച് കൊറോണ വന്ന് ആ സമയത്തായിരുന്നു. അപ്പം ആ സമയത്ത് വീണ്ടും നമ്മൾ ഓൺലൈനായിട്ടായിരുന്നു. അപ്പോൾ കൊറോണ ടൈമിലായിരുന്നു ഓൺലൈനായിട്ട്. അപ്പം ഞാൻ ഇതിനു മുമ്പ് പഠിച്ചില്ലല്ലോ, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നല്ലേ ഉള്ളൂ. അപ്പം അടവൊക്കെ പഠിപ്പിക്കുമ്പം ടീച്ചർ പഠിപ്പിക്കും. അത് കഴിഞ്ഞ് നമ്മളപ്പം കൊറോണയും കൂടെ നമുക്ക് ടൈമും ഉണ്ട്. വീട്ടിൽ ഡെയിലി മോർണിംഗ് രാവിലെ എണീറ്റ് കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പം അമ്മ വിളിക്കും, പ്രാക്ടീസ് ചെയ്ത് നോക്കാം, അടവ് നോക്കും. അങ്ങനെ അമ്മ എന്നെ അപ്പം കറക്റ്റ് ചെയ്യുമായിരുന്നു, ട്രെയിൻ ചെയ്യുമായിരുന്നു. അപ്പം ടീച്ചറിന്റെ ഒരു ഗൈഡൻസും കൂടെ അമ്മയുടെ ഒരു സപ്പോർട്ടും കറക്ഷൻസും ഒക്കെ ഓൺലൈൻ അല്ലേ, മുമ്പൊരു എനിക്ക് അത് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് അമ്മയുടെ ഒരു ഫുൾ സപ്പോർട്ട് അതിലുണ്ടായിരുന്നു. അമ്മ മാത്രമല്ല, ചേച്ചിയും യദും ഹസ്ബൻഡും ഒക്കെ സപ്പോർട്ട് അതിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അപ്പോഴും അമ്മ പറഞ്ഞ പോലെ ഞാനങ്ങനെ ഒരുപാട് സ്റ്റേജ് ചെയ്യും ഇപ്പൊ അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല അറ്റ് ദാറ്റ് പോയിന്റ്. എനിക്ക് ഇതിനകത്ത് ഒരു സംശയമുള്ളത്, ഗായത്രി മാം ആണോ ദേവിജയെ സെലക്ട് ചെയ്തത്, യദു ആണോ സെലക്ട് ചെയ്തത്? സത്യത്തിൽ ആരാണോ സെലക്ട് ചെയ്തത്? യദു തന്നെയാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ പലരും ചോദിക്കാറുണ്ട്. യദുവിന് കമ്പൽ ചെയ്യേണ്ടി വന്നില്ല അല്ലെ? ഓക്കെ, ദേവിജ എന്ന് പറഞ്ഞപ്പോ തന്നെ ഗായത്രി മാം ഓക്കെ യെസ് അങ്ങനെയായിരുന്നു. എനിവേ അത് ഗംഭീരമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആയിട്ട് മാറി. ഗായത്രി മാം മോളിലേക്ക് വരുമ്പോ ഉണ്ണിമായ ചെറുതിലെ തൊട്ട് പഠിപ്പിക്കുന്നുണ്ടായിരുന്നോ? ഉണ്ണി സ്കൂളിലൊക്കെ ഡാൻസ് കളിക്കുമായിരുന്നു. അന്നൊക്കെ പിന്നെ ഒരുപാട് നമുക്ക് പഠിപ്പിക്കാനുള്ള അവസരങ്ങൾ കിട്ടിയില്ല. 8ാം ക്ലാസ് മുതൽ തിരുവനന്തപുരത്ത് പഠിക്കാൻ തുടങ്ങി. അപ്പം അന്ന് ഇതിലല്ലേ ഡാൻസ് അക്കാഡമിയിൽ ഞാനിപ്പോൾ പഠിക്കുന്ന മൈഥിലി ടീച്ചറിന്റെ കീഴിൽ തന്നെയാണ് ഉണ്ണിയും പഠിച്ചിട്ടുള്ളത്. അന്നൊക്കെ പെർഫോം ചെയ്തിരുന്നു കോളേജിൽ. അങ്ങനെ അത് കഴിഞ്ഞ് പറഞ്ഞ പോലെ ജോലി, കല്യാണം, അങ്ങനെ ഒരു ഗ്യാപ്പ് വന്നു. എല്ലാത്തിനെയും വീണ്ടും തുടക്കം കൊറോണയാണ്. അപ്പൊ ഈ ഓൺലൈൻ ക്ലാസ്സസ് എന്നുള്ളത് ഒരു ട്രെൻഡായി. അപ്പൊ മോള് ബാംഗ്ലൂർ ആണെങ്കിലും മരുമോള് തിരുവനന്തപുരത്ത്, ദേവൂട്ടി തിരുവനന്തപുരത്തും ഉണ്ണി ബാംഗ്ലൂരുമാണ്. പക്ഷെ രണ്ടുപേരും ഒരേ ടീച്ചറിന്റെ കീഴിൽ പഠിച്ചു തുടങ്ങി. അങ്ങനെ ആ പഠിത്തം അങ്ങനെ പോയി. അപ്പം നമുക്ക് ഒരേ ഐറ്റംസ്, മൈഥിലി ടീച്ചറിന്റെ സ്റ്റുഡന്റ് ആണ് ലക്ഷ്മി. അപ്പൊ എല്ലാരും ഏതാണ്ട് ഒരേ ഐറ്റംസ് തന്നെ പഠിക്കുകയും കൂടെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒന്നിച്ച് പെർഫോം ചെയ്യുന്നതിന് ബുദ്ധിമുട്ട് വന്നില്ല. ഞാൻ ചോദിക്കാൻ വന്ന മാം നേരത്തെ പറഞ്ഞു നിർത്തിയ കഥ, അതായത് ആ കോളേജിലൊരു ഇത് വരുന്നു, അതിനുശേഷം നമുക്ക് അത് എങ്ങനെ പഠനത്തിലേക്ക് എത്തി, ഡാൻസ് പഠനം പിന്നെ എങ്ങനെ എത്തി എന്നുള്ളതാണ് പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നത്, ആ പ്രായത്തിൽ വരുമ്പോൾ ടീച്ചർ പറഞ്ഞതുപോലെ നിനക്ക് പഠിപ്പിച്ചു തരാം, പക്ഷെ കളിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പറയുന്നിടത്ത് ഒരു സംശയവും വേണ്ട എന്ന് നമ്മൾ തെളിയിച്ചല്ലോ. അത് അവിടെ അങ്ങനെ ചെയ്തപ്പോ ആ സമയത്ത് ഏജ് മാമിന് എത്രയായിരുന്നു? 52. അപ്പൊ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ നമ്മളെപ്പോഴും മെയ് വഴക്കത്തെ കുറിച്ചും ഒക്കെ പറയാറുണ്ടല്ലോ. അപ്പൊ ആ സമയത്ത് ഒന്നും തോന്നിയില്ല? മനസ്സിൽ എന്തായിരുന്നു ആ സമയത്ത്? ശരിക്കും അന്ന് നമുക്ക് ഇങ്ങനെ ഒരുപാട് വേദികൾ ചെയ്യണമെന്നോ അങ്ങനൊന്നും ആഗ്രഹമില്ലല്ലോ. പിന്നെ പഠിക്കണം, കളിക്കുന്നത് ഭംഗിയായിട്ട് കളിക്കണം. അപ്പൊ 1 മാസമൊക്കെ എടുത്താണ്
ഒരു പല്ലവിയൊക്കെ പഠിച്ചെടുക്കുന്നത്. ടീച്ചർ ശരിക്കും പഠിപ്പിച്ച് വീഡിയോ എടുത്ത് കൈ തന്നു വിടും. ഡെയിലി അതിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് അതിനൊരു ഭംഗി ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് ഹെൽപ്ഫുൾ ആകാൻ വേണ്ടി മോന് വീട്ടില് ഒരു ഭിത്തി മുഴുവൻ മിറർ ഫിക്സ് ചെയ്ത് തന്നു. അപ്പൊ അത് നോക്കി കളിക്കാം. അങ്ങനെ മിറർ നോക്കി കളിച്ചാണ് അതിന്റെ ഭംഗി ഒന്നും കൂടെ. ടീച്ചറിന്റെ കറക്ഷൻ ഉണ്ട്, ടീച്ചർ പ്രാക്ടീസ് ചെയ്യിക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ശരിക്കും നമുക്ക് ആ മിറർ നോക്കി കളിച്ച് നമ്മുടെ കളി എത്ര സ്ട്രെങ്ത് ചെയ്യണം എന്നുള്ളത് ടീച്ചർ തീരുമാനിക്കണം. പക്ഷെ ആ മൂവ്മെന്റ്സിന്റെ ഭംഗി അത് മിററും കൂടിയായിരുന്നു തീരുമാനിച്ചിരുന്നത്. അങ്ങനെ വീട്ടിലുള്ള ഓരോരുത്തരും, മോനും മോളും മരുമക്കളും കൊച്ചുമോനും എല്ലാരും ഒരുപോലെ എന്നെ സപ്പോർട്ട് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്താണ്. ഗംഭീരം. അത് നമ്മൾ എടുത്തു പറയണം. കാരണം നമ്മുടെ പ്രോഗ്രാമിന്റെ പേര് ന്യൂസ് 3 എന്നാണ്. നമ്മൾ 3 സ്ത്രീകൾ ഇരിക്കുന്നു. പക്ഷേ ഇപ്പൊ യദുവിനൊരു കയ്യടി കൊടുക്കേണ്ടത് ഇത് കേട്ടപ്പോൾ ഞാൻ അങ്ങനെയും ഇങ്ങനെയൊക്കെ മക്കളുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അമ്മ കളിച്ചോളൂ, ഞാൻ എല്ലാ സപ്പോർട്ടിനും ഉണ്ട് എന്ന് പറഞ്ഞ അല്ലെ ആൾക്കൊരു കയ്യടി കൊടുക്കണം. അപ്പൊ യദുവിനെ എന്തായാലും കൺഗ്രാറ്റ്സ്. യദു ആണ് ഇന്ന് ഇപ്പോൾ ടീച്ചറെ ഞങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അതിനുശേഷം വേദികളുടെ കാര്യം പറയുകയാണെങ്കിൽ 135 സ്റ്റേജ്, അതിൽ കൂടിയോ? അല്ല, 155. 155. ആഹാ, റെക്കോർഡ് ഇടുമെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. റെക്കോർഡിന്റെ കാര്യം പറയുമ്പോൾ ശബരിമലയെ കുറിച്ച് പറയണം അല്ലെ. ശബരിമലയിൽ പരിപാടി അവതരിപ്പിച്ചിട്ടുള്ള, സന്നിധാനത്ത് പരിപാടി അവതരിപ്പിച്ചിട്ടുള്ള ഒരേ ഒരു വനിത എന്ന റെക്കോർഡ്. ആ ഒരു അനുഭവത്തെ കുറിച്ചൊന്ന് പറയാമോ? എങ്ങനെയായിരുന്നു? ഒരേ ഒരു വനിതയെന്നല്ല, ആദ്യത്തെ വനിത. ഇപ്പം പലരും പെർഫോം ചെയ്യുന്നുണ്ട്. അത് ഏത് വർഷമായിരുന്നു മാം? അത് 2023. ഞാനൊരു സിനിമയിൽ അഭിനയിച്ചു. അതെ. അതിനു മുമ്പ് ഒരു ഷോർട്ട് ഫിലിം, രണ്ടും ഒരേ സംവിധായികയാണ്, ചിന്മയി നായർ. ഷോർട്ട് ഫിലിം എടുക്കുമ്പോ ചിമ്മുന് 17 വയസ്സേ ഉള്ളൂ. ഗ്രാൻഡ്മ എന്നൊരു ഷോർട്ട് ഫിലിം. അതിൽ ശരിക്കും ചിമ്മു ഒരുപാട് മെനക്കെട്ടാണ് എന്നെ കണ്ടുപിടിച്ചത്. പണ്ട് കാലത്ത് നായികയായിട്ട് തിളങ്ങിയിട്ടുള്ള ഇപ്പൊ പ്രായമുള്ള അമ്മമാരെയൊക്കെ ഗ്രാൻഡ്മയാക്കാൻ വേണ്ടി ചിമ്മു നോക്കി നടന്നു. അവസാനം മംഗളൻ ടിവിയുടെ ഇന്റർവ്യൂവിലാണ് ഇങ്ങനെ ചാനൽ മാറ്റിയപ്പോ എന്നെ കണ്ടത്. പിന്നെ എന്റെ ഫോൺ നമ്പർ കണ്ടുപിടിക്കാൻ, ഞാൻ അന്ന് അത്രയും പോപ്പുലർ അല്ല. അപ്പൊ എന്റെ ഫോൺ നമ്പർ കണ്ടുപിടിക്കാൻ മെസ്സഞ്ചർ വഴി മെസ്സേജ് ഒക്കെ അയച്ച് എന്നോട് ഫോൺ നമ്പർ ചോദിച്ചു, ഇങ്ങനെ അഭിനയിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അഭിനയം ഞാൻ പണ്ടെപ്പോഴും സ്കൂളിലൊക്കെ നിർത്തിയ കാര്യമാണ്. അപ്പൊ ഇനി ഷോർട്ട് ഫിലിം, അതും ഇങ്ങനെ ഒരു 17 വയസ്സുകാരുടെ ഷോർട്ട് ഫിലിം എന്ന് കേട്ടപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഭയങ്കര ഒരു താല്പര്യം തോന്നി. ഞാൻ അഭിനയിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഷോർട്ട് ഫിലിം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോൾ ചിമ്മു ഒരു സിനിമ എടുത്തു. അപ്പൊ അതില് വിജയ് യേശുദാസ് ആയിരുന്നു ഹീറോ. വിജയ് യേശുദാസിന്റെ അമ്മയായിട്ട്. സിനിമയുടെ പേര് ക്ലാസ് ബൈ എ സോൾജിയർ. അപ്പൊ അതിന്റെ ഷൂട്ടിങ്ങിനൊക്കെ തീരുമാനിച്ചിരുന്നപ്പോഴാണ് ചിമ്മുന്റെ അച്ഛൻ അനിൽ രാജ്, അദ്ദേഹം സിനിമാ ഫീൽഡിലുള്ള ആള് തന്നെ. ഈ ചിന്മയി നമുക്ക് ഗസ്റ്റ് ആയിട്ട് വന്നു. നമ്മൾ ആ സമയത്ത് ആ സിനിമയൊക്കെ ഒരുപാട് പ്രൊമോട്ട് ചെയ്തതാണ്. അതെ അതെ. അപ്പൊ അങ്ങനെ അദ്ദേഹം ഇങ്ങനെ ശബരിമലയുള്ള ഒരാളെ പരിചയപ്പെട്ടപ്പോഴാണ് നമുക്കിങ്ങനെ ഒരു 60 വയസ്സുകാരി അമ്മയുണ്ട്, അവിടെ ഒരു ഡാൻസ് പ്രോഗ്രാം അറേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്ന് തിരക്കി. അപ്പൊ അവിടുത്തെ PR സുനിൽ അരുമാനൂർ, അദ്ദേഹം അതിന് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് എടുത്തത്. നമ്മളെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ദേവസ്വം ബോർഡ് വഴി നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തു. അങ്ങനെ 60, ഞാൻ റിട്ടയർഡ് ടീച്ചർ എന്നുള്ളത് കൊണ്ട് തന്നെ എൻ്റെ വയസ്സിന്റെ കാര്യത്തിൽ കോൺട്രവേഴ്സി ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് 60 വയസ്സെന്ന് പ്രൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ശബരിമലയിൽ 2023 ജനുവരി 7 വൈകിട്ട് 6:30 1 മണിക്കൂർ ഭരതനാട്യം ചെയ്തു. അത് വലിയൊരു, നമ്മൾ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് അറിയാം നമ്മളൊരു റെക്കോർഡിലേക്കാണ് പോകുന്നത്, ചരിത്രമാണല്ലോ. അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു അതിന്റെ പ്രാക്ടീസ് സെഷനും കാര്യങ്ങളും? അവിടെ എന്തായിരുന്നു ചെയ്തത് മാം? അത് ശരിക്കും നമ്മളിങ്ങനെ ചെയ്യാം എന്നുള്ളൊക്കെ ഒരു തീരുമാനമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അവർ പ്രത്യേകം പറഞ്ഞിരുന്നു, വ്രതമെടുത്ത്. ഞാൻ മാത്രം വ്രതം എടുത്താൽ പോരെ, എന്റെ കൂടെ ആരൊക്കെ വരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും തീരുമാനിച്ച് അവരെല്ലാം വ്രതം എടുക്കണം. അപ്പൊ എന്റെ കൂടെ എന്റെ മകൻ യദുവും, പഴയൊരു ഡ്രൈവർ ഉണ്ട് പണ്ട് കാലമേ നമ്മുടെ കൂടെയുള്ള ഗോപൻ, പിന്നെ മൈഥിലി ടീച്ചറിന്റെ എന്റെ സ്റ്റുഡന്റും തിരുവനന്തപുരത്തെ അറിയപ്പെടുന്ന ഒരു നൃത്ത അധ്യാപികയുമായ വള്ളി ടീച്ചർ. ഇവര് 3 പേരുമാണ് എന്റെ കൂടെ ശബരിമലയിൽ വന്നത്. അപ്പൊ 3 പേരും വ്രതം എടുത്ത് ഒരു 2 ആഴ്ചയോളം നമ്മൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് 1 മണിക്കൂർ ചെയ്യണം. അത് മല കയറി മോളിൽ ചെന്ന്
രാവിലെ അവിടെ എത്തണം, ഉച്ച കഴിഞ്ഞ് മേക്കപ്പ് ചെയ്ത് വൈകിട്ട് പെർഫോം ചെയ്യണം. അങ്ങനെ പ്ലാൻ ചെയ്ത് തന്നെ ഒരു ടൈം ഷെഡ്യൂളിൽ തന്നെ ശബരിമലയിൽ നിന്ന് തന്നിരുന്നു. രാത്രി ഒരു 9 മണിക്ക് നമ്മൾ കെട്ടും കെട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി പാതിരാത്രിക്ക് പമ്പയിലെത്തി. അവിടെ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്തിരുന്നു. അവിടെ നമ്മൾ മല കയറി. 2 മണി സമയത്താണ് മല കയറുന്നത്. 4 മണിക്ക് ശബരിമലയിലെത്തി, സന്നിധാനത്തെത്തി, നേരെ അയ്യപ്പനെ തൊഴുതു, റൂമിൽ പോയി ഒന്ന് റെസ്റ്റ് എടുത്ത് ഉറങ്ങി എണീച്ച് പ്രോഗ്രാം ലഞ്ചൊക്കെ കഴിച്ചിട്ട് മേക്കപ്പ് ചെയ്ത് പ്രോഗ്രാം ചെയ്തു. അത് ചെയ്യുന്നത് വരെയും നമുക്ക് വെപ്രാളമായിരുന്നു. ഇത് മല കയറി കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് എങ്ങനെയാ പറയാൻ പറ്റുക? അതൊരു ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ എല്ലാവരും വളരെ പോസിറ്റീവായിട്ട്, അവിടുത്തെ ശബരിമലയിലുള്ള ആൾക്കാരെല്ലാം നേരത്തെ ഇത് അറിയുമായിരുന്ന എല്ലാവരും വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ആയിരുന്നു. പിന്നെ മീഡിയയും അതുപോലെ തന്നെ ഒരുപാട് സപ്പോർട്ടും ഒക്കെ തന്നിരുന്നു. അങ്ങനെ എല്ലാ രീതിയിലും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് തന്നെയായിരുന്നു എല്ലായിടത്തും നിന്നും കിട്ടിയത്. ഗംഭീരം. മാം പറഞ്ഞത് ശരിയാണ്. ആരോഗ്യപരമായിട്ടൊക്കെ നമുക്കൊരു ആശങ്ക ഉണ്ടാകുന്ന സമയമാണ് മല കയറി കഴിയുമ്പോൾ. പിന്നെ ഡാൻസ് എന്തായാലും എല്ലാം അനുകൂലമായിട്ട് നടന്നു, ഗംഭീരമായിട്ട് അത് പോയി. ദേവിജ, നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ഡാൻസ്, അതായത് ഈ സംസാരത്തിലൊക്കെ ഇങ്ങനെ ഡാൻസിലൂടെ ഒക്കെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. എങ്ങനെയാണ്? നൃത്തമയമാണോ അതോ? അതില്ലെന്ന് ഞാൻ പറയില്ല. കോഡൊക്കെ കാണുമല്ലോ എന്തെങ്കിലുമൊക്കെ. അങ്ങനെയല്ല, ബട്ട് അമ്മയ്ക്ക് കുറച്ചും കൂടെ ഉണ്ട്. അമ്മ കൂടുതലും ആ എക്സ്പ്രസീവ്, അമ്മ അതിലൂടെ ഭയങ്കര ഇൻവോൾവ് ആണ് ഡാൻസിൽ. അപ്പൊ അമ്മയ്ക്ക് പലപ്പോഴും നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ ആ ഒരു ഇത് വരാറുണ്ടോ? എക്സ്പ്രഷൻസ് ഒക്കെ ഇട്ടാണ് അമ്മ സംസാരിക്കാറ്. ചിലപ്പോ ഞങ്ങളുടെ അടുത്ത് ആ ഒരു ഫണ്ണ് ചെയ്ത് അങ്ങനെ വരാൻ, അല്ലെങ്കിൽ അങ്ങനെ ചില മൊമെന്റ്സിൽ അങ്ങനെയും ഉണ്ട്. നിങ്ങൾ 3 പേരും കൂടി പെർഫോം ചെയ്ത ആ ഒരു വേദി ഉണ്ടല്ലോ മാം, അതെ, നമുക്ക് അതൊന്ന് കണ്ടിട്ട് അതിനെ കുറിച്ച് സംസാരിക്കാം. അപ്പൊ ഈ ഒരു വേദി വളരെ മനോഹരമായ വേദി. അമ്മ, മകൾ, മരുമകൾ 3 പേരും ഒരു വേദിയിൽ ഒരുപോലെ ഡ്രസ്സൊക്കെ ഇട്ട് ഗംഭീരമായിട്ട്. എങ്ങനെയായിരുന്നു അതിന്റെ പ്രാക്ടീസ് സെഷനും കാര്യങ്ങളും ഒക്കെ? മാം, ഗായത്രി മാം. അത് മോളുടെ പേര് ഉണ്ണിമായ. മോളന്ന് ഒരാഴ്ച വീട്ടിൽ വന്ന് നിന്ന് നമ്മൾ 3 പേരും നല്ല ഭംഗിയായിട്ട് പ്രാക്ടീസ് ചെയ്തതാണ്. ഇത് കൂടാതെ കഴിഞ്ഞ വർഷം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ചെയ്തിരുന്നു ഞങ്ങൾ 3 പേരും കൂടി. പക്ഷെ അവിടെ നമുക്ക് ക്യാമറ ഒന്നും പോസിബിൾ അല്ല, അതുകൊണ്ട് അതിന്റെ വീഡിയോ ഒന്നുമില്ല. പക്ഷെ അതൊരു ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മൾ 3 പേരും കൂടെ 1 മണിക്കൂർ പെർഫോം ചെയ്തു. പിന്നെ ശബരിമലയെ കുറിച്ച് പറയുമ്പോൾ, ശബരിമലയിലെ പെർഫോമൻസിന്റെ ബേസിൽ എന്റെ പേര് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ലേഡി പെർഫോമർ ഇൻ ശബരിമല എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു റെക്കോർഡും കൂടി വീട്ടിലേക്ക് കൊണ്ടുപോയി മല ഇറങ്ങി വന്നപ്പോ. ദേവിജയുടെ ഒരു ലക്ക് എന്ന് ഞാൻ പറയും അല്ലെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു സപ്പോർട്ട് എത്രത്തോളം ഉണ്ട് നമുക്ക് വീട്ടില്. എപ്പോഴും നമുക്ക് നമ്മുടെ പിന്നിൽ ഒരാളുണ്ടാകുമല്ലോ. അതെനിക്ക് തോന്നുന്നു ദേവിജയുടെ അത് ഈ അമ്മയാണ്. ഇപ്പോഴും ഡാൻസ് പഠിക്കുന്നുണ്ടോ? എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? പഠിക്കുന്നുണ്ട്. വീക്കെൻഡ്സിലാണ് യൂഷ്വലി. ഇപ്പം വർക്കിംഗ് ഷിഫ്റ്റ് ഒക്കെ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. വീക്ക് ഡേയ്സിൽ ബുദ്ധിമുട്ടാണ്. മോസ്റ്റ്ലി വീക്കെൻഡ്സിൽ ഇപ്പം ടീച്ചർ ഇപ്പം ഇവിടെ ഉണ്ട് എൻ്റെ ടീച്ചർ. അപ്പം മോസ്റ്റ്ലി അവിടെ പോയി പ്രാക്ടീസ് ചെയ്യും. പിന്നെ പ്രോഗ്രാംസിൻ്റെ സമയത്താണെങ്കിൽ പോയി അവിടെ കറക്ഷൻ ചെയ്യും. പിന്നെ വീട്ടിൽ അമ്മയുടെ ഡെഡിക്കേഷൻ ലെവലിൽ അത്രയുണ്ടെന്ന് ഞാൻ പറയാൻ പറ്റില്ല. അമ്മ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്. അമ്മ റെഗുലർലി പ്രാക്ടീസും അങ്ങനെയുണ്ട്. പക്ഷെ അല്ല, അത് ഓണസ്റ്റ്ലി പറയുന്നത് അങ്ങനെ. മീൻസ് ഞാൻ റെഗുലർലി പ്രാക്ടീസ്. അത്ഭുതപ്പെടാറുണ്ടോ അമ്മയുടെ ഈ ഒരു ഡെഡിക്കേഷൻ കാണുമ്പോൾ? നമ്മൾ തന്നെ ചോദിക്കാറുണ്ട് എങ്ങനെ സാധിക്കുന്നു അല്ലേ.
അമ്മ എല്ലാം ബാലൻസ് ചെയ്തിട്ടാണ് വീട്ടിലെ കാര്യങ്ങളും എന്താ ഡാൻസ് ചെയ്യുന്നു വെച്ചാൽ അമ്മ അത് കോംപ്രമൈസ് ചെയ്ത് അങ്ങനെയല്ല, അമ്മ എല്ലാം ഒരുമിച്ച് കൊണ്ടുവന്നു. അപ്പൊ അത് കണ്ടിട്ട് നമ്മളിങ്ങനെ വണ്ടടിക്കും. നമ്മൾ ജോലി വന്ന് അതിൽ തന്നെ ഓവർലോഡ് ആകുമ്പോൾ അയ്യോ ടയറിങ് ആണല്ലോ അങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷേ അമ്മ കാണുമ്പോൾ നമ്മൾ ഓരോ കാരണങ്ങൾ കണ്ടെത്തും അല്ലേ. ഞാൻ അതാണ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ ഗായത്രി, നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവും. നമ്മൾ ചെറിയ കുട്ടിക്കാലത്ത് ചെയ്തിരുന്ന കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോകണം. എവിടെയെങ്കിലും ഒരു തടസ്സം വന്നു, പക്ഷെ അത് കണ്ടിന്യൂ ചെയ്ത് പോകണം. പക്ഷെ നമ്മൾ അതിന് ഒരുപാട് പ്രശ്നങ്ങൾ പറയും. ഓഫ് ഇനിയിപ്പോൾ വയ്യ, ഇത്രയൊക്കെ ആയില്ലേ, പ്രായമായില്ലേ, അല്ലെങ്കിൽ തന്നെ ഇനിയിപ്പോൾ വീട്ടിൽ കുറെ കാര്യങ്ങളില്ലേ എന്നൊക്കെ. പക്ഷെ ഒരിടത്തും തട്ടി നിൽക്കാതെ ഒരു ഒഴുക്കുണ്ടല്ലോ, അതെങ്ങനെയാണ്? അത് തരുന്ന ഒരു പോസിറ്റീവ് എനർജി എത്രത്തോളമാണ്? കാരണം ഇങ്ങനെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ഷോ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. എന്താണ് ആരോഗ്യപരമായാണെങ്കിലും മാനസികമായാണെങ്കിലും ഉണ്ടായ ഒരു പോസിറ്റീവ് സൈഡ് പറയൂ അതിനെക്കുറിച്ച്. ശരിക്കും എന്നോട് ചോദിച്ചാൽ എനിക്ക് ഈ ലോകത്തെ ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത് എല്ലാവരും വിചാരിക്കും നൃത്തം ചെയ്യുന്നതാണ്. അല്ല, എൻ്റെ മക്കൾക്ക് ഇഷ്ടമുള്ള ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്നത്. അത് പ്രത്യേകിച്ചും എൻ്റെ കൊച്ചുമോന് അവനെപ്പോഴും പറയും യമ്മി ഫുഡ്, അമ്മൂമ്മ ഉണ്ടാക്കി തരുന്ന യമ്മി ഫുഡ്. അത് അവന് ഭയങ്കര സന്തോഷമാണ്. അതുപോലെ എൻ്റെ മോനും മോക്കും ദേവൂട്ടിക്കും അനീഷ് മോനും എല്ലാവർക്കും ആ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ അതെനിക്കൊരു ഭയങ്കര സന്തോഷമാണ്. എൻ്റെ മോൾ എൻ്റെ അടുത്ത് ചോദിക്കും അമ്മയ്ക്ക് ഈ അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കണമെന്ന് അങ്ങനെ ഒരു ആഗ്രഹം തോന്നത്തില്ല. പക്ഷെ എനിക്ക് ആ അടുക്കളയിൽ ജോലി ചെയ്യുന്നത് ഒരു വലിയ ബേർഡനായിട്ട്, മേ ബി അത് ആരോഗ്യ പ്രശ്നങ്ങൾ ക്ഷീണം ഇല്ലാത്തത് കൊണ്ടാണ്. എങ്കിൽ പിന്നെ ഇന്നലെ ഞങ്ങൾ രാവിലെ പ്രോഗ്രാം ചെയ്തു. എന്നിട്ട് വന്ന് ഇവര് മക്കളെല്ലാരും പറയുന്നുണ്ട് ഇനി സദ്യ ഉണ്ടാക്കണ്ട, വിഷുവാണ്, സദ്യ ഉണ്ടാക്കണ്ട, നമുക്ക് പുറത്തുനിന്ന് ഓർഡർ ചെയ്യാം. പക്ഷെ പുറത്തുനിന്ന് വിഷുവിന് ഓർഡർ ചെയ്യുന്ന അത്യാവശ്യമാണേ ചെയ്യാം, അതിലൊന്നും എനിക്ക് വിരോധമൊന്നും ഇല്ല. എന്നാലും നമ്മൾ തന്നെ ഉണ്ടാക്കി വിളമ്പി കൊടുക്കുമ്പോൾ ഉള്ള ഒരു സന്തോഷം. പിന്നെ ഞങ്ങൾ സദ്യ ഉണ്ടാക്കി ഞങ്ങൾ എല്ലാവരുടെ കഴിച്ചു. എല്ലാ ഐറ്റംസും ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ആ ടൈമിൽ നമുക്ക് ചെയ്യാവുന്ന മാക്സിമം കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ഒന്നിച്ചിരുന്ന് സദ്യ കഴിച്ചു. അതൊരു വലിയ സന്തോഷമാണ്. അപ്പൊ അതെനിക്ക് ഇഷ്ടമുള്ളൊരു ജോലിയാണ്. പിന്നെ മക്കളെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നത് അവരോട് എന്തോ വല്ലാത്തൊരു സ്നേഹ. ദേവിജ പറഞ്ഞപ്പോ അമ്മ എല്ലാം ഇങ്ങനെ ബാലൻസ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചില്ല കേട്ടോ, ഈ അടുക്കളപ്പണി ഇപ്പൊ അമ്മ തന്നെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ വിചാരിച്ചില്ല. പക്ഷെ ആണല്ലേ, നന്നായി കുക്ക് ചെയ്യും. ദേവട്ടൻ ഫ്രീ ആയിട്ടുള്ളപ്പോ ദേവട്ടൻ ചെയ്യും. ഇപ്പൊ അവരുടെ വർക്കിന്റെ ടൈം അനുസരിച്ച് ദേവിക്ക് മിക്കവാറും രാവിലെ 5:30 കയറി വൈകിട്ട് 4:30 ഇറങ്ങുന്ന ആള് കുക്ക് ചെയ്യണമെന്ന് അറിയാൻ പറ്റുമോ? ഇല്ല, അത് പറ്റില്ല. അപ്പൊ പിന്നെ വൈകിട്ട് ഫ്രീ ആണെങ്കിൽ ദേവ് തീർച്ചയായിട്ടും ചപ്പാത്തിയും കറിയും ഉണ്ടാകും. അതൊരു ബാലൻസ്, ഞങ്ങൾ എല്ലാരും തമ്മിലുള്ള ഒരു ബാലൻസ്ഡ് ഇതാണ്. അതിലൊന്നും പറയാറൊന്നുമില്ല. ഇപ്പൊ ഞാൻ ഓക്യുപ്പൈഡ്, ഞാൻ എൻഗേജ്ഡ് ആണെന്ന് കാണുവാണെങ്കിൽ അമ്മ അങ്ങ് ചെയ്യും. അതുപോലെ ഇപ്പൊ അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടാണെന്ന് കാണുവാണെങ്കിൽ നമ്മൾ ചെയ്യും. അതെങ്ങനെയെങ്കിലും നമ്മൾ ബാലൻസ് ചെയ്യും. ഈ അമ്മയുടെ ദേവിജ പഠിച്ച ഏറ്റവും നല്ല പാഠം എന്തായിരുന്നു ഇവിടെ വന്നിട്ട്? ഇത് നമുക്ക് എന്തും ലൈഫിൽ വിചാരിച്ചാൽ നമുക്ക് വേണമെങ്കിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോവാന്ന് വിചാരിക്കുന്നത്. ഇത് കാരണം അത് പറ്റില്ല, അത് കാരണം ഇത് പറ്റില്ല എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. അത് എന്തും ബാലൻസ് ചെയ്ത് പോകാൻ പറ്റും. അതിന് നമുക്കൊരു ആ ഒരു മനസ്സ് വേണം, ചെയ്യാവുന്നൊരിത് വേണം. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നുന്നത്. ഡെഡിക്കേഷൻ അതെടുത്ത് പറയണം. നമ്മള് ഇത്രയും ജോലി ഇത്രയും ഡാൻസിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാലോ, ഇത്രയും ഹെവി മേക്കപ്പ് അതെല്ലാം കഴിഞ്ഞ് പരിപാടിയും കഴിഞ്ഞ് വന്നിട്ട് പ്രോഗ്രാം ഇത്രയും കഴിഞ്ഞ് വന്നിട്ട് സദ്യ ഉണ്ടാക്കൽ എന്ന് പറഞ്ഞാൽ അത് ഡ്രസ് എല്ലാം ചേഞ്ച് ചെയ്ത് എന്താണ് ഗായത്രി? അതെ, ഗായത്രി മാമിന്റെ ഒരു സ്വപ്നം എന്താണ് ഇനി? ശരിക്കും ഒക്കുന്ന ഇത്രയും വേദികളിൽ നൃത്തം ചെയ്യണം. അതോടൊപ്പം ചിമ്മുന്റെ സിനിമയിൽ ഇങ്ങനെ തട്ടി നിൽക്കുകയാണ് ഞങ്ങൾ. ആ സിനിമ ഒരുപാട് ഓടാഞ്ഞത് കാരണം അതിലെ അഭിനയത്തിനെ കുറിച്ച് നമ്മൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും. അത് OTT റിലീസ് ആയിട്ടില്ല. അപ്പൊ ആ OTT റിലീസായി 1-2 സിനിമകളിലൂടെയൊക്കെ അഭിനയിക്കണം. ചിമ്മുന്റെ തന്നെ, അല്ലെങ്കിൽ അനിൽ രാജിന്റെ, ചിമ്മുന്റെ അച്ഛന്റെ പേരാണ് തന്നെ, അനിൽ രാജിന്റെ അദ്ദേഹത്തിന്റെ സിനിമയിലൊക്കെ അഭിനയിക്കണം എന്നിങ്ങനെ ആഗ്രഹമുണ്ട്. അതിനും ഉപരി ഡാൻസിനോട് ഒരു പ്രത്യേക ഇഷ്ടവും ഉണ്ട്. പക്ഷെ ഡാൻസിനെന്ന് പറഞ്ഞാൽ അതിനൊരു നമ്മുടെ പ്രായം ഒരു പരിധി വെക്കുമല്ലോ. അപ്പം അത് നിർത്തുമ്പോഴും നമുക്ക് ചിലപ്പോൾ അഭിനയം കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പം അതുകൊണ്ടാണ് എനിക്ക് അഭിനയത്തിനോട് ചെറിയൊരു താല്പര്യം. ആദ്യമൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ ആൾക്കാർ അഭിനയിക്കാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അത്ര താല്പര്യപ്പെട്ടിരുന്നില്ല. പിന്നിപ്പോൾ ആലോചിക്കുമ്പോൾ നമ്മൾ ഡാൻസ് നിർത്തേണ്ട ഒരു ആരോഗ്യസ്ഥിതിയിൽ നമ്മൾ എത്തുമ്പോഴും നമുക്ക് ചിലപ്പോൾ
അഭിനയം കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാമായിരിക്കും എന്നൊരു തോന്നൽ മനസ്സിലുണ്ട്. പിന്നെ ഭഗവാൻ ആണല്ലോ എല്ലാം തീരുമാനിക്കേണ്ടത്. എൻഗേജ്ഡ് ആയിരിക്കുക എന്നുള്ളതാണല്ലേ. അതെ അതെ അതെ. അതായത് എന്തെങ്കിലും, അതായത് ഡാൻസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് ആ സമയത്ത് എനിക്ക് അഭിനയിക്കണം എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ. എനിക്ക് തന്നെ ഇവിടെ ഇരുന്നിട്ട് പോസിറ്റിവിറ്റി കിട്ടുന്നുണ്ട്. അപ്പൊ ഈ അഭിനയം നേരത്തെ ഉണ്ടായിരുന്നോ നമുക്ക് ചെറുതിലെ? സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ചിരുന്നപ്പോ സ്കൂളിൽ ശരിക്കും ബെസ്റ്റ് ആക്ട്രസ് ആയിരുന്നു. അതുകൊണ്ട് അന്നൊക്കെ അഭിനയിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ നാടകത്തിൽ അഭിനയിച്ചിരുന്നു. ഡിസ്ട്രിക്ട് ലെവൽ വരെ കോമ്പറ്റീഷൻസിന് പോകുമായിരുന്നു. പിന്നെ സ്കൂൾ ലെവലിൽ ബാലേപൻ, ഞാൻ കോൺവെന്റ് സ്കൂളിൽ ഹരിപ്പാട് നങ്ങാരകുളങ്ങര ബദനി ബാലികാ മഠം സ്കൂളിലാണ്, കോൺവെന്റിൽ നിന്നാണ് പഠിച്ചിരുന്നത്. അപ്പൊ അവിടെ ഇങ്ങനെ ബാലെ ഒക്കെ 8th 9th സ്റ്റാൻഡേർഡിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞിരുന്നതാണ്. കൊല്ലത്തെ SM കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിച്ചപ്പോഴും ദുരവസ്ഥ ബാലെ, അതുപോലെ ഒരു നാടകം, അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. അതിലും നല്ല അഭിപ്രായങ്ങളാണ് കേട്ടിട്ടുള്ളത്. എഞ്ചിനീയറിംഗ് കോളേജ് ചെന്നപ്പം നാടകമൊന്നുമില്ല, ഡാൻസിന് കോമ്പറ്റീഷൻസിന് പോകായിരുന്നു. ഡിസ്ട്രിക്ട് ലെവലിൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അന്ന് ഡിസ്ട്രിക്ട് ലെവലല്ല, തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ സോൺ ലെവലിൽ 5 പേര് സെലക്ടഡ് ആകുന്നതിൽ 5-ൽ ഒരാളായിട്ട് വരുമായിരുന്നു. അങ്ങനെ അപ്പൊ എന്തായാലും അഭിനയം അവിടെ ഉണ്ട്. അഭിനയത്തിന് മുന്നോട്ട് പോകാനുള്ള എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. നമ്മുടെ സമയം അവസാനിക്കുകയാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് പ്രചോദനമാകുന്നുണ്ട് ഈ വാക്കുകൾ എന്നുള്ളത് ഉറപ്പാണ്. കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്തവർ, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു നിൽക്കുന്നവരുണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് നിങ്ങൾ ഇറങ്ങിക്കോ, എല്ലാം റെഡിയാണ് എന്ന് ഉള്ളത് ആ വാക്കുകളിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പം എന്തായാലും 2 പേർക്കല്ല 3 പേർക്കും ഫാമിലിക്ക് മുഴുവൻ ആശംസകളാണ്. കാരണം അവിടെ ഒരുപാട് പേരുണ്ട് പിന്നിൽ നിൽക്കുന്നവർ. അപ്പോൾ അവർക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ഒരുപാട് വേദികൾ മാമിന് ചെയ്യാൻ കഴിയട്ടെ. ഞങ്ങൾക്ക് അതിഥിയായി എത്തിയതിന് 2 പേർക്കും മാം താങ്ക് യു സോ മച്ച്. ന്യൂസ് 3 പൂർണ്ണമാവുകയാണ്. മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം. നമസ്കാരം.